Hi all, welcome to iPlus Trading Solutions. എൻ്റെ പേര് ആര്യ. അപ്പോൾ ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് കേറ്ററ്റ് കാറ്റഗറി 2 സയൻസ് അറ്റൻഡ് ചെയ്യുന്ന കുട്ടികൾക്ക് നമ്മുടെ പ്രീവിയസ് ഇയറിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ടാണ്. നമുക്ക് എടുത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ കുറേ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ട കുറച്ച് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് സമയം കളയാതെ ഓരോരോ ക്വസ്റ്റ്യൻസ് എക്സ്പ്ലെയിൻ ചെയ്യാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: അൽനിക്കോ എന്ന കാന്തിക വസ്തുവിന്റെ ഘടക മൂലകങ്ങൾ ഡാഷ് ആണ്. അപ്പൊ അൽനിക്കോ എന്ന് പറയുന്ന കാന്തിക മൂലകം അല്ലെ, അൽനിക്കോ എന്താണ്? ഇവിടെ മാഗ്നറ്റ് ഉണ്ടാക്കാനായിട്ട്, കാന്തം നിർമ്മിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് അൽനിക്കോ എന്ന് പറയുന്നത്. അപ്പോൾ അൽനിക്കോ ഏതെല്ലാം മൂലകങ്ങൾ ചേർന്നിട്ടാണ് അൽനിക്കോ ആയിട്ട് മാറുന്നത്? നോക്കിക്കേ: അലുമിനിയം, നിക്കൽ, കൊബാൾട്ട്, പ്ലാറ്റിനം, അലുമിനിയം, നിക്കൽ, കൊബാൾട്ട്, അയൺ, അലുമിനിയം, നിക്കൽ, കൊബാൾട്ട്, ഓസ്മിയം, അലുമിനിയം, നിക്കൽ, കൊബാൾട്ട്, ഓക്സിജൻ. ഏതാണ് വരുന്നത്? അൽനിക്കോ എന്ന് പറയുന്ന കോമ്പൗണ്ട് ഏതൊക്കെയാണ്? അലുമിനിയം, നിക്കൽ, കൊബാൾട്ട്, അയണും കൂടി ചേരുന്നതാണ് അൽനിക്കോ എന്ന് പറയുന്നത്. ഓക്കെ, അൽനിക്കോ എന്ന് പറയുമ്പോൾ അലുമിനിയം, നിക്കൽ, കൊബാൾട്ട്, അയൺ, ഇവ നാലും കൂടി ചേരുന്നതാണ് അൽനിക്കോ. ഓക്കെ, ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. അടുത്ത ചോദ്യം: ഒരു ദർപ്പണത്തിന്റെ പ്രതിഫലന പ്രതലത്തിന്റെ കേന്ദ്രബിന്ദു ഡാഷ് എന്നറിയപ്പെടുന്നു. ഒരു ദർപ്പണത്തിന്റെ പ്രതിഫലനം, അത് റിഫ്ലക്ട് ചെയ്യുന്ന അല്ലെ, ആ റിഫ്ലക്ട് ചെയ്യുന്ന പ്രതലത്തിന്റെ കേന്ദ്രബിന്ദു, അതിന്റെ സെന്റർ എന്ന് പറയുന്നത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വക്രത ആരം, സെന്റർ ഓഫ് കർവേച്ചർ ആണോ? വക്രത കേന്ദ്രം, വക്രത ആരമല്ല, വക്രത കേന്ദ്രം, സെന്റർ ഓഫ് കർവേച്ചർ, പോള്, ഫോക്കസ്, വക്രത ആരം, റേഡിയസ്. ഇതിൽ ഏതാണ് ഒരു ഒരു മിറർ അതിന്റെ അത് റിഫ്ലക്ട് ചെയ്യുമ്പോൾ ആ റിഫ്ലക്ട് ചെയ്യുന്ന പ്രതലത്തിന്റെ സെന്ററിനെ നമ്മൾ എന്ത് പേര് പറയുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് പറയുന്നത്? പോൾ എന്ന് പറയും അല്ലെ, പോൾ ആണ് വരുന്നത്. ആൻസർ വരുന്നത് പോൾ. അടുത്ത ചോദ്യം: ജലം ഐസ് ആയി മാറുമ്പോൾ സംഭവിക്കുന്നത്. ജലം ഐസ് ആയിട്ട് മാറുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നു? അതിന്റെ സാന്ദ്രത കുറയുന്നു, അതിന്റെ വ്യാപ്തം കുറയുന്നു. സാന്ദ്രതയ്ക്ക് വ്യത്യാസം വരുന്നില്ല, വ്യാപ്തത്തിന് വ്യത്യാസം വരുന്നില്ല. ജലം ഐസായിട്ട് മാറി അല്ലെ. ജലം ഐസായിട്ട് മാറുക എന്ന് പറയുമ്പോൾ ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്ന് എന്തായിട്ട് മാറി? സോളിഡ് സ്റ്റേറ്റിലേക്ക് വന്ന് തിരികെ വരുന്നു അല്ലെ. അപ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്? അവിടെ ഡെൻസിറ്റി കുറയുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ എന്ത് സംഭവിക്കും? അവിടെ സാന്ദ്രത കുറയും അല്ലെങ്കിൽ ഡെൻസിറ്റി കുറയുകയാണ് ചെയ്യുന്നത്. ജലം വീണ്ടും ഐസായിട്ട് മാറിയപ്പോൾ അവിടെ സാന്ദ്രത അല്ലെങ്കിൽ ഡെൻസിറ്റി കുറയും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ: സോപ്പ് ലായനിയിലേക്ക് കുറച്ച് ഫിനോഫ്തലിൻ തുള്ളികൾ ചേർത്താൽ ലായനിയുടെ നിറം എന്താകും? സോപ്പാണ്, സോപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്? ആൽക്കലിയാണ് അല്ലെ. അപ്പൊ ആൽക്കലിയിലേക്ക് ഫിനോഫ്തലിൻ ആഡ് ചെയ്താൽ എന്ത് സംഭവിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അവിടെ വരുന്ന നിറം എന്താണ്? നിറം മാറുന്നില്ല, പിങ്ക് ആകുന്നു, ചുവപ്പാകുന്നു, മഞ്ഞയാകുന്നു. അപ്പൊ ആൽക്കലിയിലേക്ക് ഫിനോഫ്തലിൻ ഒഴിച്ചാൽ ഏത് നിറമായിട്ട് മാറും? പിങ്ക് നിറമായിട്ട് മാറും അല്ലെ. ഇവിടെ ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ്, പിങ്ക് നിറം ആകുന്നു എന്നതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ലാസ്റ്റ് ചോദ്യം: ചുവടെ നൽകിയിട്ടുള്ളതിൽ ഏതാണ് ആഹാര സാധനങ്ങളിൽ സുഗന്ധം നൽകുന്നതിന് ചേർക്കുന്ന പദാർത്ഥം? അപ്പൊ ആഹാര സാധനങ്ങളിൽ സുഗന്ധം നൽകാനായിട്ട് ചേർക്കുന്ന പദാർത്ഥം ഏതാണെന്നാണ് ചോദ്യം. ടാർട്രസിൻ, എറിത്രോസിൻ, ഫോസ്ഫോറിക് ആസിഡ്, അല്ലെങ്കിൽ ഹെക്സനോയേറ്റ്. ഓക്കെ, അപ്പം ഇതിൽ ഏതാണ് എന്തെന്ന് പറയുന്നത്? ആഹാര സാധനങ്ങൾക്ക് സുഗന്ധം നൽകാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ആർട്ടിഫിഷ്യൽ ഫ്ലേവറിന് വേണ്ടിയിട്ട്, ആ ഒരു സ്മെല്ല് കിട്ടാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വസ്തു ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? അലൈൽ ഹെക്സനോയേറ്റ് ആണ്. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമുക്ക് ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.